ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു കോളിഫ്ലവർ വെച്ചൊരു ഫ്രൈ ചെയ്തെടുത്താലോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണ്. അതേ സമയം നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങണ അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് വിശ്വസിച്ച് മക്കൾക്കൊന്നും മേടിച്ചും കൂടി കൊടുക്കാൻ പറ്റില്ല. അവരൊക്കെ വൃത്തിയും കൂടിയൊക്കെ കോളിഫ്ലവർ എന്ന് പറഞ്ഞാൽ അത്രയും വൃത്തിയില്ലാത്ത രീതിയിലാണത് വരിക. അപ്പോൾ അത്രയും നമുക്ക് ക്ലീൻ ആക്കിയിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് മക്കൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണ്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കോളിഫ്ലവർ നന്നായി കട്ട് ചെയ്ത് നന്നായി കഴുകണം കേട്ടോ. കോളിഫ്ലവറൊക്കെ എത്ര പ്രാവശ്യം കഴുകിയാലും അത്രയും വൃത്തിയാവും. അത്രയും എന്താ പറയുക, അഴുക്കായിട്ട് വരണ സാധനങ്ങളാണ് കോളിഫ്ലവർ എന്നൊക്കെ പറയും. അപ്പം നമ്മളവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്നൊരു പാൻ വെച്ചിട്ട് ഇത്തിരി വെള്ളം തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വേവും ചെയ്യണം. ജസ്റ്റ് ഒന്ന് വെന്തും കിട്ടണം. വല്ലാണ്ടിട്ട് വേവിക്കാനല്ല, അതേ സമയം ഇതിൻ്റെ വിഷാംശമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുമ്പോൾ അതിൽ 1 ടേബിൾ സ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇതെന്തായാലും മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ. വെള്ളം നന്നായി തിളപ്പിച്ച് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. ഇനി ഇതിൽ മിക്സ് ചെയ്യാൻ മസാല വേണമല്ലോ ആ കോട്ടിങ്ങിന്. അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു 1.5 ടീസ്പൂൺ, ഞാനിതിൽ നല്ല എരിവുള്ളതായ കാരണം 1.5 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളൂ. 1.5 തൊട്ട് 2 ടീസ്പൂൺ വരെ മുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതൊക്കെ ടീസ്പൂൺ കണക്കാട്ടാ പറയണത്. പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചത്, നന്നായി ഫൈനായിട്ട് പൊടിച്ചതാണ്, അതും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതെന്തായാലും ആഡ് ചെയ്യണം കേട്ടോ. അതാണ് ഒരു ടേസ്റ്റ് നമ്മുടെ. ഇനി പറയണതൊക്കെ ടേബിൾ സ്പൂൺ കണക്കാണ്. അപ്പോൾ 2 ടീസ്പൂൺ കോൺഫ്ലവർ ആദ്യം ആഡ് ചെയ്യുന്നുണ്ട്. കോൺഫ്ലവർ കേട്ടോ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. പിന്നെ 3 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ മൈദ കേട്ടോ. പിന്നെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിയും മൈദയും 3 ടേബിൾ സ്പൂണാണ്. കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിൽ കുറച്ച് 1.5 ടീസ്പൂൺ നമ്മുടെ റവ ഉണ്ടല്ലോ, സാധാ വറുക്കാത്ത ഏതായാലും കുഴപ്പമില്ല, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ റവ. ഇതാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള നമ്മുടെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള പൊടികൾ കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം നല്ലത്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സോയാ സോസ് മാത്രമേ ആഡ് ചെയ്യണുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് അധികം വെള്ളമാക്കാൻ പാടില്ല കേട്ടോ. ഒരിത്തിരി ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളതിങ്ങനെ കൈ കൊണ്ട് വിരൽ വെച്ച് ഇങ്ങനെ തോണ്ടിയെടുക്കണം, കിട്ടണ വിധത്തിലുള്ളത് മതി. വല്ലാണ്ട് വെള്ളമായി കഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവറിൽ അത് പിടിക്കില്ല. എന്നിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യുക. അതിന് ശേഷം ഇതൊന്ന് 1 മണിക്കൂർ എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. 1 മണിക്കൂർ വെച്ചാൽ അത്രയും ടേസ്റ്റാണ്. അതൊന്ന് പിടിക്കും അതിൽ. പുറത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അരമണിക്കൂറെങ്കിലും എന്തായാലും വെക്കണം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. 1 മണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓയിലായിട്ട് ആഡ് ചെയ്ത് ഓയിലിൽ ചെയ്താൽ മതി, അതാണ് ടേസ്റ്റ്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഫുൾ എന്താ പറയുക, ഫുള്ളിലിട്ടിട്ട് അതിന് ശേഷം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം തീയിലാക്കിയതിന് ശേഷം വേണം നമ്മുടെ കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ ഫുൾ തീ കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെളിച്ചെണ്ണയും കുടിക്കും, ഇങ്ങനെ കിടന്ന് ഇതാവുള്ളൂ, കുഴഞ്ഞു പോവുള്ളൂ കേട്ടോ. അപ്പോൾ മീഡിയം തീയിലിട്ടതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ കോളിഫ്ലവറൊക്കെ അവിടെ ഫ്രൈ ചെയ്തെടുക്കേണ്ട. ആദ്യത്തെ ബാച്ച് ഇട്ട വശം തന്നെ മക്കൾ എടുത്തിട്ട് പോയി. അപ്പോൾ എല്ലാവർക്കും ഏത് സ്റ്റേജ് എന്താ പറയുക, കുഞ്ഞു കുട്ടികൾക്ക് തൊട്ട് വലിയ പിള്ളേർക്ക് വരെ ഇഷ്ടമാവുന്ന സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റായ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും. മക്കൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ വലിയവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്ന സാധനമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുറച്ചൊക്കെ നമ്മൾ ഇതൊക്കെ വീട്ടിൽ എന്തായാലും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് അല്ല, അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റണതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. നമ്മുടെ മക്കൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതൊക്കെ.
അപ്പോൾ ആദ്യമായിട്ടുള്ള ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷനൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.